കൃഷ്ണ. പ്രിയപ്പെട്ട പ്രഭുജീസ്, മാതാജീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കീർത്തനം ചൊല്ലാം. ജയ കുഞ്ചലിഹാരി ജയ രാധമാധവാ കുഞ്ച ബിഹാരി ഗിരിവരധാരി ജയ ഗോപികനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന ഹൃദജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധമാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ 1-ാമത്തെ ചാപ്റ്ററിലെ 34, 35 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം അഷ്ടപ്രായേഷു വിഗ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ തസ്യഭവതേ നൈഷ്ഠകി മൂകം കരോതി വാചാലം പങ്കുല്ലംഘയതി യൻ കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരുണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. ആദ്യം 34. മാതുല ശുശ്രൂ പൗത്ര കാല്യ സമ്മന്തിനസ്തദാ ഏതാന്ന ഹന്തുമിച്ഛാമി ഹന്തോ അഭിമധുസൂദന. മാതുല ശുശ്രൂ പൗത്ര കാല്യ സമ്മന്തിനസ്തദാ ഏതാന്ന ഹന്തുമിച്ഛാമി ഹന്തോ അഭിമധുസൂദന. മാതുല ശുശ്രൂ പൗത്ര കാല്യ സമ്മന്തിനസ്തദാ ഏതാന ഹന്തുമിച്ഛാമി ഹന്തോ അഭിമധുസൂദന. ഇനി 35. അപി തൈലോഗ്യരാജസ്യ ഏതോ കിം नु മഹീകൃതേ നിഹത്യ ധാർതരാഷ്ട്രാണാം കാം പ്രീതി സ്വജനാർദ്ദന. അപി ത്രൈലോക്യരാജസ്യ ഏതോ കിം नु മഹീകൃതേ നിഹത്യ ധാർതരാഷ്ട്രാണാം കാം പ്രീതിം സ്വജനാർദ്ദന. അപി ത്രൈലോക്യരാജസ്യ ഏതോ കിം नु മഹീകൃതേ നിഹത്യ ധാർതരാഷ്ട്രാണാം കാം പ്രീതി സജനാർദ്ദന. വാക്കുകളുടെ അർത്ഥം നോക്കാം. മാതുല അമ്മാവന്മാർ, ശുശ്രു ശിഷ്യന്മാർ, പൗത്ര പൗത്രന്മാർ, സാല്യ അളിയന്മാർ, തഥാ അപ്രകാരം തന്നെ, സംബന്ധിന ബന്ധുക്കൾ, ഇമേ ഇവരെ എല്ലാവരും, പ്രാണൻ ജീവനെയും, ധനാനിച്ച ധനങ്ങളെയും, സ്വപ്ത ഉപേക്ഷിച്ചിട്ട് യുദ്ധക്കളത്തിൽ അവസ്ഥിത നിൽക്കുന്നു. മധുസൂദന മധുവിനെ ഹനിച്ചവനെ കൃഷ്ണ ഹനത അപി എന്നെ കൊല്ലുന്നവരാണെങ്കിലും ഏതാൻ ഇവരെ ത്രൈലോക്യജനങ്ങൾക്ക് ഏതോ വേണ്ടിപ്പോലും അന്തും കൊല്ലാൻ ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹീകൃതി ഭൂമിക്ക് വേണ്ടി, കിംനു എന്തേ പിന്നെ പറയണമോ, ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക, ധാർത്തരാഷ്ട്രന്മാരെ, നിഹത്യ കൊന്നിട്ടേ, നം ഞങ്ങൾക്ക്, കാ പ്രീതിം എന്ത് സന്തോഷം ഉണ്ടാകും. വിവർത്തനം ഭാവാർത്ഥം ഗ്രീസ് ശ്രീയുടെ
മധുസൂദന, ഗുരുജനങ്ങൾ, പിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശിശുരന്മാർ, സാലിയന്മാർ തുടങ്ങിയ ബന്ധുക്കളെയാണ് ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത്. 35-ന്റെ ഇതാണ് അടുത്തത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, രാഷ്ട്രരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? അടുത്തത് ഭാവാർത്ഥം. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്ന അർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തി അല്ല. എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്തർപ്പണത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളുമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവനെ ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യം ഉണ്ടാക്കി. മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തന്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലാണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തനെ ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവ്വവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചു കൂടതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നു കഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാകുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വതേ ഭഗവത്ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും കൊടുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഓം അജ്ഞാനകുഞ്ചാന്തസ്യാം ജ്ഞാനാന്തമശലാകയാ ചക്ഷുരന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോപുഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സോപാന്തികം. വന്ദേകം ശ്രീ ഗുരു ശ്രീയുഗപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാന്ദ്രജാതം സഹഗണരഘുനന്ദനം തം സജീവം സാദൈതം തവസിദ്ധം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിനാനാം പാപനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീതയിലെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും അത് പഠിക്കുന്നതിന്റെ ലക്ഷ്യം, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അത് പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണൻ അർജുനനിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് ആ ടോപ്പ് മോസ്റ്റ് നോളജാണ്, ഏറ്റവും വിലപ്പെട്ട അറിവാണ്. ഭൗതികതയുടെ സങ്കീർണതകളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യരാശിയെ ജനന മരണ ചക്രങ്ങളിൽ നിന്നും വിടുതൽ കിട്ടി നിത്യമായ ആധ്യാത്മികതയിലേക്ക് ഉയർത്താൻ ഉതകുന്ന ഏറ്റവും ഉന്നതമായ അറിവാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് തരുന്നത്.
നമുക്ക് ഈ ശ്വേതശ്വേതപുരുഷര ഉപനിഷത്തിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. തമേവ വിദിത്വാദീ മൃത്യു മേനിത്വപദാ വിദ്യാദേയാനായ എന്ന് പറയുന്നുണ്ട്. അതായത് പരമദിവ്യോത്തമ പുരുഷനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനന മരണങ്ങളിൽ നിന്ന് തികച്ചും മുക്തനാവാം. ഈ പൂർണ്ണത നേടാൻ വേറൊരു വഴിയുമില്ല എന്നാണ് അതില് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ പരംസത്യത്തെ മനസ്സിലാക്കേണ്ടത്? നമുക്ക് തനിച്ചതിന് സാധിക്കുമോ? നമ്മുടെ മനസ്സ് ഭൗതികാസക്തിയിലാകെ കളങ്കിതമായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, 84 ലക്ഷം സ്പീഷീസുകളിലൂടെ കടന്ന് നമുക്കിപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ എറ്റേണൽ നേച്ചർ, അതായത് നമ്മളുടെ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് നമുക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവണം. അത് എങ്ങനെയാണ് നമ്മളെ ഈ ഭഗവത്ഗീത പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതെന്നും ഭഗവത്ഗീതയിലൂടെ തന്നെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 4:34 പറഞ്ഞിരിക്കുന്നത് പോലെ തദ്വിധി പ്രണിപാതേന പരിപർശേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത പോലുള്ള ഈ ആത്മീയ ഗ്രന്ഥങ്ങളെ പഠിക്കാൻ ഒരു 3 താക്കോലാണ് ഭഗവാന് തന്നിരിക്കുന്നത്. അതിലൊന്ന് ഏതാണ്? പ്രണിപാതേന, അതായത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച പരമ്പരയിലൂടെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് വേണം നമ്മള് ആ ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കണം. അതായത് നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ രണ്ടാമതോ താഴ്മയോടുകൂടി ആ ഗുരുവിൽ നിന്ന്, സബ്മിസീവായിട്ട് ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഈ പാഠങ്ങളെല്ലാം, നമുക്ക് അപ്രാപ്യമായ ഈ നോളജ് നമ്മൾ ചോദിച്ചറിയുകയാണ് വേണ്ടത്. 3ാമത്തെ സ്റ്റെപ്പാണ് സേവനം. എന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ സർവീസ് ചെയ്യുന്നത് പോലെ ഈ മഹത് വ്യക്തികളെ, അതായത് ഭഗവാന്റെ പരിപൂർണ ഭക്തന്മാരായ വ്യക്തികളെ, അവരെ സേവിക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് പ്രാക്ടിക്കലായി അവരെ സെർവ് ചെയ്യുകയാണെങ്കിൽ അവർ പകർന്നു നൽകുന്ന അറിവിലൂടെ നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് വരാം. നമ്മുടെ ധർമ്മ പുനഃസ്ഥാപനത്തിനായില്ലേ ഭൂമിയിൽ അവതരിച്ച പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും അധികാരത്തിനായി പാണ്ഡവരോട് യുദ്ധം പ്രഖ്യാപിച്ച കൗരവ പടയും യുദ്ധത്തിന് നിർബന്ധിതരായ പാണ്ഡവന്മാരുടെ സഖ്യവും ചേർന്ന് കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അവർ അന്യോന്യം വീക്ഷിക്കുന്നതാണ് നമ്മുടെ ശ്ലോകത്തിന്റെ പശ്ചാത്തലം. ഈ ശ്ലോക 32 തൊട്ട് 35 ശ്രീല പ്രഭുപാദർ ഒരുമിച്ചാണ് വിവർത്തനവും ഭാവാർത്ഥവും രചിച്ചിരിക്കുന്നത്. എന്നാല് 32, 33 എന്നീ 2 ശ്ലോകങ്ങളെ പറ്റി ഇന്നലത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിന്ന് 34, 35 ശ്ലോകങ്ങൾ നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിലെ അർജുനൻ തന്റെ ബന്ധുമിത്രാദികളുടെ ഒരു ലിസ്റ്റ് നിരത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് അർജുനൻ അങ്ങനെ ചെയ്യുന്നത്? അവരോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനൻ പറയുന്നു, ഏതാന്ന ഹന്തും ഇച്ഛാമീന്ന്, ഞാൻ അവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. നമുക്ക് ഈ അധ്യായത്തിലെ തന്നെ 1:26 ഇതുപോലെ ഒരു ലിസ്റ്റ് നമ്മൾ കണ്ടു. അവിടെയും അർജുനൻ 2 സൈനിക വ്യൂഹങ്ങളായിട്ട് തന്റെ ബന്ധുജനങ്ങളെ എല്ലാം ദർശിക്കുകയാണ് ചെയ്യുന്നത്. തത്രോ പശ്യസ്ഥിതം പാർത്ഥോ പുത്രാനദാ പിതാമഹൻ എന്നുള്ള ആ ശ്ലോകത്തില് ആദ്യത്തെ കേസിലെ ലിസ്റ്റ് നറേറ്റ് ചെയ്യുന്നത് സഞ്ജയനാണ്. ഇതില് അർജുനൻ ഭഗവാനോട് ഇങ്ങനെ അർജുനൻ തന്നെ നേരിട്ട് പറയുന്നതാണ്. 2 അവസരങ്ങളിലും അവിടെ കൂടിയിരിക്കുന്ന ബന്ധുജനങ്ങളുടെ വേർപാട് സാമൂഹികമായും വികാരപരമായും ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. 34ാമത്തെ ശ്ലോകത്തില് അർജുനൻ പരാമർശിക്കുന്ന ഈ സാല്യർ, നേരത്തെ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ആരാണെന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ശ്ലോകങ്ങളിലായിട്ട്. സാല്യർ എന്ന് പരാമർശിക്കുന്ന ആരെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ബ്രദർ ഇൻ ലോ. അതിൽ ഒന്ന് ദുഷ്ടദ്യുമ്നനാണ്, ദ്രൗപദിയുടെ സഹോദരനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജയദ്രഥൻ, ദുര്യോധനന്റെ സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവാണ്. ശരിക്കും നമുക്ക് യുദ്ധത്തിനെ പറ്റി പലരും പല കാര്യങ്ങൾ പറയും. ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. യുദ്ധം നിഷ്ഠൂരമാണെന്ന് നമുക്കറിയാം. അവിടെ വൈകാരികതയ്ക്ക് ഒരു സ്ഥാനവുമില്ല. നിങ്ങൾ അവരെ കൊന്നില്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലുമെന്നുള്ളതാണ് അതിന്റെ നിയമം. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നവരും ഉണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നത് നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ്.
നമ്മളെ ആരെങ്കിലും കൊല്ലാനോ അറ്റാക്ക് ചെയ്യാനോ വല്ലതും വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതേസമയം ഇവിടെ അർജുനനാണെങ്കിലോ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള ആ പ്രിൻസിപ്പലിനോട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല. അർജുനൻ പറയുന്നത് അവർ തന്നെ കൊല്ലാൻ ശ്രമിച്ചാലും താൻ അവരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഈ ശ്ലോകങ്ങളില് അർജുനൻ ഭഗവാനെ ഗോവിന്ദ, മധുസൂദന എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ ഓഫ് കൗസ് എന്നും പ്രൊട്ടക്ടർ ഓഫ് സെൻസസ് എന്നും ആണല്ലോ. ഇവിടെ അർജുനൻ പറയുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സംരക്ഷകനായ ഭഗവാന് എന്താണ് എന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സംരക്ഷകനായ സാക്ഷാൽ ഭഗവാന്റെ ഇംഗിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഋഷികേശ സേവനം എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മുടെ ഓരോ ഇന്ദ്രിയവും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി സാറ്റിസ്ഫൈഡ് ആകും. ശരിക്കും നമ്മൾ ഭഗവാനെ സമീപിക്കുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്ക് ഭഗവാനെ എനിക്ക് അത് കാര്യം സാധിച്ചു തരണേ, എനിക്കിത് വേണം എന്നൊക്കെ പറയുന്നതാണ്. ഭഗവാനെ നമ്മൾ വേറൊരു ഓർഡർ സപ്ലയർ ആയിട്ട് കരുതുന്നത് പോലെയാണ് നമ്മുടെ പ്രവൃത്തികൾ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാതൊരു ഫലേച്ഛയും കൂടാതെ അനന്യചിന്ത ഒന്നുമില്ലാതെ ഭഗവാനിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് വേണം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇന്നത്തെ ശ്ലോകത്തിന്റെ പർപ്പൂട്ടില് ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവർ ആഗ്രഹിക്കുന്ന തോതിലല്ല, അവർ അർഹിക്കുന്ന തോതിലാണ് ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നതെന്നാണ്. നമ്മളൊക്കെ ഈ ഭഗവത്ഗീത 4:11 ഭഗവാൻ പറയുന്ന ഇതിനൊരു ഇതായിട്ട് പറയുന്നുണ്ടല്ലോ, യഥാമാം പ്രപദ്യന്തി തം തദൈവ ഭജാമ്യഹം എന്ന് പറയുന്നുണ്ട്. എന്നിൽ ശരണം പ്രാപിക്കുന്നത് അനുസരിച്ചാണ് ഏവർക്കും അതിന്റെ തക്കതായ പ്രതിഫലം ഭഗവാൻ കൊടുക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്കറിയാം ഭഗവാൻ നമ്മുടെ എല്ലാം മനസ്സിലാണ് വസിക്കുന്നത്. സർവസ്യ ജാഗം ഹൃദി സന്നിവിഷ്ടു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്ന്. അദ്ദേഹത്തിന് അറിയാം എന്താണ് നമുക്ക് നല്ലതെന്ന്. നമ്മുടെ സ്മരണയും ജ്ഞാനവും മറവിയും അറിവും എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ഡിസയറും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ സ്പിരിച്വൽ പാത്തിന്റെ, അതായത് ആത്മീയ ജീവിത പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടത് അത് ഭഗവാൻ നമുക്ക് നൽകും. ശരിക്കും ഓരോ കാര്യവും സംഭവിക്കുന്നത് നമ്മുടെ പാസ്റ്റ് കർമ്മ അനുസരിച്ചാണ്. നമ്മുടെ പാസ്റ്റ് കർമ്മിക്കോട്ട എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചാവും നമ്മുടെ ആഗ്രഹ സഫലീകരണവും. ഒരാളുടെ പാസ്റ്റ് കർമ്മിക്കോട്ട നല്ലതാണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഭഗവാന്റെ ഡിസിഷൻ എന്താണോ അത് നമ്മൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഈ ശ്ലോകത്തില് അർജുനന് മധുസൂദന എന്ന് സംബോധന ചെയ്യുന്നുണ്ടല്ലോ, അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. അങ്ങ് മധു എന്ന അസുരനെ കൊന്നു. അദ്ദേഹം ലോകത്തിന്റെ ശത്രുവായിരുന്നു. പക്ഷെ ഇവിടെ അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത് സ്വന്തം ബന്ധുജനങ്ങളെ കൊല്ലാനാണ്. അതിന്റെ ലോജിക്ക് അർജുനന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഭഗവാനോട് അദ്ദേഹം അങ്ങനെ അഭ്യർത്ഥിക്കുന്നത്. നമുക്കറിയാം അർജുനൻ ഒരു പ്യുവർ ഡിവോട്ടിയാണ്. അദ്ദേഹം എപ്പോഴും ഭഗവാനോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ആളുമാണ്, സുഹൃത്താണ്, ഭഗവാന്റെ ലീലകളിൽ ഭാഗഭാക്കാകുന്ന ആളുമാണ്. ശരിക്കും ഭൗതികമായി ചിന്തിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന എല്ലാ മെറ്റീരിയൽ അറ്റാച്ച്മെന്റും അർജുനനിലൂടെ കാണിക്കുകയാണ്. എന്തിനാണ്? അത് നമ്മളെ ഭഗവത്ഗീതയിലൂടെ നമ്മളെ അതേപോലെ തന്നെ നമ്മളെങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് ഉയരുമെന്നുള്ളതിന്റെ എക്സാമ്പിളായിട്ട് ഭഗവാൻ അർജുനനിലൂടെ നമുക്കെല്ലാം പഠിപ്പിച്ചു തരികയാണ്. താൻ തന്റെ ബന്ധുമിത്രാദികളോടും സതീർത്ഥരോടും യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ അർജുനൻ ഓരോന്നോരോന്നായി പറയുകയാണ്. നമുക്ക് ഈ ശ്ലോകം 1:28 അർജുനൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ അദ്ദേഹത്തിന് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്, ശരിക്കും ആ ബോഡിലി അട്രാക്ഷൻ സ്വന്തം ബന്ധുക്കളാണെന്നുള്ള ആ ബോഡിലി കോൺഷ്യസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത്, ആ വൈകാരികമായ അടുപ്പം. അതുമൂലം യുദ്ധത്തിൽ അവരെ നേരിടാനുള്ള വിഷമമാണ് അർജുനൻ കാണിക്കുന്നത്. ശരിക്കും അവരോട് കമ്പാഷനേറ്റ് ആണ് അർജുനൻ. എന്നെ കൊന്നാലും ഞാൻ അവരെ കൊല്ലാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. ഏതാന ഹന്തും ഇച്ഛാമി. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അർജുനൻ ശരിക്കും ഒരു ധൈര്യവാനാണ്. കാരണം യുദ്ധക്കളത്തില് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ധൈര്യം മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതിന്. ശരിക്കും ഇവിടെ എന്താണ് അർജുനന്റെ ആ ഭാവം എന്താണ്? അർജുനന്റെ മനസ്സിൽ
ബന്ധുമിത്രാദികളോടുള്ള മൃദു സമീപനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായി അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ യുദ്ധത്തിൽ വിജയിച്ചാൽ എനിക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നാണ്. സ്വന്തം ബന്ധുമിത്രാദികൾ നഷ്ടപ്പെടുമ്പോൾ ശൂന്യതയാണ് ഇതിനെ ഇവിടെ പറയുന്നത്. അത് ശ്ലോകം 131 പറഞ്ഞിട്ടുണ്ട്. എന്റെ ബന്ധുജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യഭരണം കൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അതിനും ചിന്തിക്കുന്നു. നമ്മൾക്കെല്ലാം നമ്മുടെ വിജയം നമ്മുടെ വിജയം ഓപ്പുലൻസ് ഒക്കെ മറ്റുള്ളവരെ കാണിക്കണമെന്ന് ശരിക്കും നമ്മള് മാതാജി സൗണ്ട് മിസ്സായി പോവാണ്. സൗണ്ട് കേൾക്കുന്നില്ലേ പ്രഭു? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ബന്ധുജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യഭരണം കൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അർജുനൻ ചിന്തിക്കുന്നു. നമ്മുടെ വിജയവും നമ്മുടെ ഓപ്പുലൻസും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് വളരെ തിടുക്കമാണ്. കാരണം അത് അങ്ങനെ അവരുടെ ഒരു അപ്രീസിയേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണമായി സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോഴ് ഇവിടെ അർജുനൻ തന്റെ ബന്ധുമിത്രാദികൾ എല്ലാം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തന്റെ വിജയം എങ്ങനെ ആഘോഷിക്കാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ശരിക്കും നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. വേൾഡ് കപ്പൊക്കെ ജയിച്ചു വരുന്ന ഒരു ടീമിനെ സ്വീകരിക്കാൻ നമ്മളെ ആരുമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഫീലിംഗ്, അവരവിടെ അത്രയും വിജയിച്ച് തിരിച്ചു വരുമ്പോൾ സ്വന്തം നാട്ടിൽ അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വിഷമം ഉണ്ടാകും, അവർ നിരാശപ്പെടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അതാണ് മൂന്നാമതായി അർജുനന് ഭയപ്പെടുന്നത് തന്റെ പിതാമഹന്മാരെയും പ്രതിതുല്യരായവരെയും ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും സതീർത്ഥരെയും ഒക്കെ കൊല്ലുക വഴി ഉണ്ടാകുന്ന പാപത്തിനെ പറ്റിയാണ്. അത് ഇനിയും വരുന്ന ശ്ലോകങ്ങളിൽ, അതായത് 1:36 തൊട്ട് 38 വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നാലാമതായി അർജുനൻ നിർത്തുന്ന വാദം എന്താണ്? കുടുംബത്തിലെ മുതിർന്നവരും പുരുഷന്മാരും എല്ലാം മരിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടത്തില്ല, അവരുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ജീവിതം പൊല്യൂട്ടഡാകുമെന്നും അങ്ങനെ സങ്കരവർഗത്തിലുള്ള കുട്ടികൾ ജനിക്കുമെന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് വിശദമായിട്ട് 1:39 തൊട്ട് 40 വരെയുള്ള ശ്ലോകങ്ങളിൽ കാണും. പിന്നെ ഞാൻ വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഇൻഡിസിഷൻ, കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അതിനോട് വിഷമിക്കുകയാണ്. തെറ്റ് ശരി അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങൾ അതൊന്നും കണക്ക് കൂട്ടാൻ സാധിക്കുന്നില്ല. കാരണം മനസ്സിന്റെ സങ്കീർണാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. നമുക്ക് ഈ ഇന്നത്തെ ശ്ലോകത്തിലെ 1:35 അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള വാദമുഖങ്ങൾ തന്നെയാണ് നിരത്തുന്നത്. അദ്ദേഹം പറയുന്നത് അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതു കിംനു ഹൃദയ എന്നാണ് പറയുന്നത്. ത്രിലോകങ്ങളുടെ ഭരണം കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, പിന്നെ ഞാൻ ഈ മർത്യലോകത്തിന് വേണ്ടി എന്തിന് യുദ്ധം ചെയ്യണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഇവിടെ ജനാർദ്ദന എന്ന് അഭിസംബോധന ചെയ്യുന്നു. അങ്ങ് ലോകത്തിന്റെ സംരക്ഷകനാണ്, എന്തിനാണ് ഞാൻ എല്ലാവരെയും കൊല്ലണമെന്ന് പറയുന്നത്? ധൃതരാഷ്ട്രന്റെ മക്കളെ കൊന്നതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്നാണ് അർജുനനോട് ചോദിക്കുന്നത്. ശരിക്കും അർജുനന്റെ മനസ്സിലെ കോൺഫ്ലിക്റ്റുകളെല്ലാം ഭഗവാനോട് അർജുനൻ ഓരോന്നോരോന്നായിട്ട് തുറന്നു പറയുകയാണ്. ശരിക്കും അർജുനൻ ഒരുപാട് മൂല്യങ്ങൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ നിലനിർത്താൻ വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി ഭൗതികമായിട്ട് ഇവിടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അർജുനനാണെങ്കിൽ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ കടമ എന്താണ്? രാജ്യഭരണവും ശത്രുക്കളോട് പൊരുന്നതുമാണ്. അങ്ങനെ അർജുനൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെക്കാൾ കൂടുതൽ വലിയ മൂല്യങ്ങൾ മനസ്സിലാക്കാന് അർജുനനെ ഭഗവാന്റെ വാക്കുകൾ ആക്കാന് സാധിക്കും. അർജുനന് ശരിക്കും ഭഗവാനിലൂടെ തന്നെ ഗീതാസാരം അർജുനന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അർജുനന് പതുക്കെ ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ 9:34 ശ്ലോകത്തില് മന്മനാഭാവം ഭക്തവും അധ്യാജീന നമസ്കരു എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലും ഭഗവാൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും മനസ്സ് എന്നിൽ അർപ്പിക്കൂ, എന്നെ പറ്റി ചിന്തിക്കൂ, എന്നെ നമസ്കരിക്കൂ. അങ്ങനെ ചെയ്യുന്നവര് കംപ്ലീറ്റ് ആയിട്ട് എന്നെ ശരണം പ്രാപിക്കുന്നവര് അവര് ഭഗവാൻ അർജുനന്റെ മനസ്സിന്റെ ഈ അവസ്ഥ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അർജുനന് ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള കണക്കുകൂട്ടലാണ്, അല്ലാതെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ള ശരിക്കും അർജുനൻ ഇവിടെ ചിന്തിക്കാതെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്.
രാജ്യഭരണം കിട്ടണമെങ്കിൽ കഠിനമായ തീരുമാനം എടുക്കണം. അതിനുതകുന്ന പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ചെയ്യുകയും വേണം. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിക്ക് തനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു കോളേജിൽ പോകാൻ ചിലപ്പോൾ നിർബന്ധിതനാകും. അതുപോലെ ഒരു നല്ല അത്ലറ്റിനാണെങ്കിൽ ബോഡിലി ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പല ഭക്ഷണങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ പലപ്പോഴും നമുക്ക് കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. നമ്മൾ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടിയായിരിക്കും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തിനാണ് നമ്മൾ വില കൽപ്പിക്കുന്നത് എന്നത് ഓരോ ഇൻഡിവിജ്വലിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് ഒരു നല്ല ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ ചിലരാണെങ്കിൽ വിചാരിക്കും നമുക്ക് ആ ജോലി പിന്നെ അക്സെപ്റ്റ് ചെയ്യാം, കാരണം കൂടുതൽ ശമ്പളം കിട്ടുമല്ലോ, ഫാമിലി എങ്ങനെ നോക്കാം എന്ന് വിചാരിക്കും. കുടുംബത്തിന്റെ അടുത്തൊന്ന് മാറി നിൽക്കേണ്ടി വന്നാലും അതൊരു പ്രശ്നമായി കരുതത്തില്ല. മറ്റു ചിലരാണെങ്കിലോ തന്റെ കുടുംബമാണ് എനിക്ക് വലുത്, കിട്ടുന്നത് മതി, കുടുംബത്തോടൊപ്പം നിൽക്കാമെന്ന് ചിന്തിക്കും. ഇതെല്ലാം എന്താണ്? ഭൗതിക തലത്തിലെ ചിന്തകളാണ്. ശരിക്കും നമ്മുടെ നമ്മൾ ആത്മീയ തലത്തിലേക്ക് ഒട്ടും മൂല്യം കൽപ്പിക്കാതെ ഭൗതിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതാണ് ഇതൊക്കെ. ഇവിടെ അർജുനാണെങ്കിൽ അവസാനം പരിപൂർണമായിട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധം അനിവാര്യമാണെന്നും അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണെന്നും ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ്. ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എതിർഭാഗത്തുള്ളവർ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ 4-7 ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, യഥാഹി ധർമ്മസ്യ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ എവിടെ ധർമ്മച്യുതി ഉണ്ടാകുന്നു അവിടെ ഭഗവാൻ അവതരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ഉതകുന്നത് എന്താണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. തടസ്സമായി നിൽക്കുന്നതിനെ നമ്മൾ വർജിക്കുകയും വേണം. നമ്മൾ ഭഗവാന്റെ ഇംഗിതം അനുസരിച്ച് വേണം ജീവിക്കുവാൻ. എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്? അത് നമ്മൾ ഭഗവാന് സർവീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ പരിശുദ്ധ പ്രേമം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ഭഗവാന് മാത്രമല്ല, പരിശുദ്ധ ഭക്തന്മാർ ഈ ഒരു ഭഗവത് പ്രേമം കൈവരിക്കാൻ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ അർജുനൻ ആഗ്രഹിക്കുന്നത് തന്റെ ബന്ധുക്കളെ താൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ അവരെ കൊല്ലണമെങ്കിൽ അത് ഭഗവാൻ ചെയ്യട്ടെ എന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്. പക്ഷെ ഈ അവസരത്തില് അർജുനൻ അറിയുന്നില്ല ഭഗവാന് ഓൾറെഡി അവരെ കൊന്നു കഴിഞ്ഞെന്നും താൻ ഭഗവാന്റെ കയ്യില് വെറുമൊരു ഉപകരണം മാത്രമാണെന്നും അർജുനൻ മനസ്സിലാക്കുന്നില്ല. ശരിക്കും നമുക്കത് വരും ശ്ലോകങ്ങളുള്ളതായിട്ട് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാമല്ലോ. അത് ഭഗവാന്റെ വിശ്വരൂപത്തിൽ നമുക്കതെല്ലാം വിശദമായിട്ട് പഠിക്കാനും അതറിയാനും നമുക്ക് സാധിക്കും. ഭഗവാന് തന്നോട് ഒരാൾ അപരാധം ചെയ്താൽ ചിലപ്പോൾ ഭഗവാൻ അത് ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ തന്റെ പരിശുദ്ധ ഭക്തനോട് അപരാധം ചെയ്താൽ ഒരു കാരണവശാലും ഭഗവാൻ ക്ഷമിക്കുകയില്ല. കാരണം ഭഗവാന് അത്രത്തോളം ഇഷ്ടമാണ് തന്റെ ഭക്തരെ, തന്നെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നത്, തന്നെ സർവീസ് ചെയ്യുന്നവരെ ഭഗവാന് അത്രത്തോളം ഇഷ്ടമാണ്. ഭഗവാൻ അതുകൊണ്ട് ഒരു കാരണം ഭഗവാന്റെ ഭക്തന്മാരോട് അപരാധം ചെയ്താൽ ക്ഷമിക്കുകയില്ല. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങള് ഇതിലും ചൈതന്യ ചരിതാമൃതത്തിലും ഭാഗവതത്തിലും ഒക്കെ അതിലും നമുക്ക് ഉണ്ട്. നമുക്കത് അറിയാമല്ലോ, ഒരുപാട് കഥകളുണ്ട്. ഭഗവത്ഗീതയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ എന്താണ് നമുക്ക് ഉള്ള ആ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ താൻ ചെയ്യണമെന്നും ഒരു ക്ഷത്രിയന്റെ ഡ്യൂട്ടി യുദ്ധമാണെന്നും അതാണ് തന്റെ സ്പിരിച്വൽ വെൽഫെയറിന് നല്ലതെന്നും അർജുനന് അവസാനം മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങള് എങ്ങനെയാണ് അർജുനന് മനസ്സിലായതെന്നും എന്താണ് ഏറ്റവും നല്ലതെന്നും ഒക്കെ ഭഗവത്ഗീത പഠനം തുടരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഭഗവത്ഗീതയിലൂടെ കിട്ടുന്ന ഈ മഹത്തായ പാഠങ്ങള് നമുക്കും ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ആത്മീയപാതയുടെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന് നമ്മളും തീരുമാനം എടുക്കണം. ശരിക്കും നമ്മൾ എത്ര പേരാണ് നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന്? നമ്മൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഭഗവത്ഗീതയുടെ പേജുകളിലൂടെ മനസ്സിലാക്കാം. ഇത്രയുമാണ് ഈ ഒരു 2 ശ്ലോകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് കിട്ടിയ കാര്യങ്ങള്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗണ്ട് കുറയ്ക്കുക. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി വേറെ ആർക്കൊന്നും പറയാനില്ലേ? ഹരേ കൃഷ്ണ കഥാ ഹരേ കൃഷ്ണ. നന്ദി മാജി, വളരെ നന്ദി. താങ്ക് യു. നല്ല ക്ലാസ്സിന് നന്ദി മാജി. വളരെ സന്തോഷം. ഹരേ താങ്ക് യു കൃഷ്ണ മാജി. പ്രഭു. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. വളരെ താങ്ക് യു. നേരത്തെ ഹരേ കൃഷ്ണ. തീർക്കേണ്ടി വന്നു, കാരണം അത്രയും എന്റെ ഇതിലെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പം തന്നെ തീർന്നു ഇന്നത്തെ ക്ലാസ്. നിറയെ അതെ 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 നന്നായിരുന്നു ബ്രോ, നന്നായിരുന്നു മാജി. വളരെ സന്തോഷം. മുന്നോട്ട് വന്നാലും മാജി, ഇനിയും നമുക്ക് ക്ലാസ് വേണം മാജിയുടെ. വളരെ സന്തോഷം. സ്വാഗതം മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തിട്ടാ മാജി. ശരി ശരി മാതാജി. താങ്ക് യു മാജി. സാക്ഷി ജയ്. നന്ദോത് പ്രണാംസ് മാജി.